പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് നൽകിയ വെളിപാടിന്റെ താഴേക്ക് വായിക്കുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. പ്രയോഗത്തിന് മുമ്പ് ഈ പ്രയോഗം ഫലിക്കണം. ഈ ഉപ്പ് ഒരു പ്രയോഗമാണ്, ഉടമ്പടി കാശ്ചര്യവും ഒരു പ്രയോഗമാണ്. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിൽ 1 പ്രാർത്ഥന, 2 പ്രഖ്യാപനം. പത്രം കൊടുക്കുന്നത് എന്താണ്? പ്രഖ്യാപനമാണത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. 3 എന്താണ്? പ്രയോഗമാണ്. ഈ പ്രയോഗത്തിലാണ് നമ്മൾ ഉടമ്പടി കാശ്ചര്യം ഉള്ളത്. പിന്നെന്തുണ്ട്? ഉപ്പുണ്ട്. പിന്നെന്തുണ്ട്? ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം പ്രയോഗത്തിലുള്ളതാണ്. അപ്പോൾ തന്നെ ആ ബ്ലാക്ക് മാസിൽ പെട്ടിരിക്കുന്ന സ്ത്രീയില്ലേ, ഇവരെ ഈ റോസിനെ പുറത്താക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? റോസ് ഇല്ലാഞ്ഞ ഒരു സമയം കിട്ടിയപ്പോഴേ ആ പൊടിക്കുഞ്ഞ് മാലാഹക്കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് കൈ അമർത്തിക്കൊണ്ട് അതിനെ കൊല്ലാൻ വേണ്ടി കൈ അമർത്തി പിടിച്ചത്. പെട്ടെന്നാണ് കൊച്ചിൻ്റെ ഞരക്കം കേട്ട് ഇവൾ ഓടി വന്നത്. ഓടി വന്നതോടുകൂടി കൊച്ച് മരിക്കണ കണ്ടീഷനായി. അപ്പോൾ ഇവൾ ഓടിക്കളഞ്ഞ് അവിടെ ഇത് ചെയ്തിരുന്ന ആൾ കൊച്ചിനെ കൊല്ലാൻ നോക്കിയതാണ്. നോക്കിയേ എന്ത് കുറിച്ചാണെന്ന് നോക്കിയേ. ഉടനെ റോസ് ഇതിനെയും കൊണ്ട് ആശുപത്രി പോയി. അവരുടെ കൂടെ അറബികളല്ലേ, കുവൈറ്റികൾ, അവരുടെ ആശുപത്രി പോയി. ആശുപത്രി പോയപ്പോൾ തന്നെ ഈ കൊച്ചിൻ്റെ ഈ മരണവിപ്രാളത്തിൽ കിടന്ന കൊച്ചല്ലേ, കൊച്ചിന് ഇവളെ തന്നെ ഇപ്പം ഇവർ നോട്ട വിട്ടു. മറ്റവളെ കണ്ടില്ലല്ലോ, ഇവളെ നോട്ട വിട്ടാ കുവൈറ്റികൾ. കാര്യം ഇവളാണല്ലോ കൊച്ചിനിങ്ങനെ ശ്രദ്ധിക്കാതെ ഇവിടെ ഇല്ലാഞ്ഞല്ലേ ഇവിടെ. അതോടുകൂടി കൊച്ചിന് നീർക്കെട്ടലായി, പതിരക്ക് നീര് വന്ന് ആശുപത്രി കിടന്ന്. അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ റോസിനെ അവർ ജയിലിലാക്കും. അപ്പോൾ റോസി എന്നാ ചെയ്യുന്നറിയാവോ? റോസി ഈ അറബിയും അവിടുത്തെ ഡോക്ടറും മാറിയപ്പോൾ ആശുപത്രി ചെന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് മരിക്കാൻ പോണ കൊച്ചിൻ്റെ നെഞ്ചിൽ കുരിശിട്ട്. അതാണ് പ്രയോഗം എന്ന് പറഞ്ഞാൽ. അതാണ് പിറ്റേ ദിവസം കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്ത്. അതാണ് പ്രയോഗം. ഈ പ്രയോഗം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഈ പ്രയോഗം പെട്ടെന്ന് ഏറ്റത്? റോസിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ബ്ലാക്ക് മാസുകാരുടെ അകത്ത് കിടക്കുകയല്ലേ, ഇവളെ കൊല്ലാൻ വേണ്ടി അവർ നോക്കുകയാണ്, ചടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൾക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയാണ് ആകപ്പാടെ പിടിവള്ളി. ഇവൾ രാത്രി അവരുടെ ഈ ബ്ലാക്ക് മാസുകാരുടെ അപ്പുറത്ത് ഇവരുടെ ജോലി, അവരുടെ കുളിച്ചിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവളെവിടെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ ഈ സാധനം ഒന്നും അവിടെ പരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഫൈറ്റിംഗ് വരണത്. അതാണ് ഇവളെ ചാടിക്കാൻ വേണ്ടി പണിയെല്ലാം ചെയ്യണത്. അവസാനം ബാത്റൂമിൽ കുപ്പിച്ചല്ലേ, കിടക്കാൻ പറ്റുന്നില്ല. അവിടെ നായ്ക്കണ്ണ പൊടിയും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടും. അങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിക്കും. അങ്ങനെ അവസാനം അമ്മ അവളോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോവുകയാണ് നിനക്ക് നല്ലതെന്ന് പറയാൻ. നിനക്ക് സ്വസ്ഥമായിട്ട് നിനക്ക് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങിക്കഴിയുമ്പോൾ ഇവർ വന്ന് വെച്ച് ഇവിടെ തലയെടുത്ത് ഭിത്തിയിട്ടിടിക്കും. എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കേ. ഇതൊന്നും പറഞ്ഞാൽ കുവൈറ്റികൾ അംഗീകരിക്കത്തില്ല. കാര്യം ആ വേലക്കാർ പണ്ട് മുതലേ അവിടെ ഉള്ളതാണ്. അവർ നല്ലവരാണ്, നിൻ്റെ കള്ളത്തരവാണി പറയണമെന്നാണ് വീട്ടുകാർ വിചാരിക്കണത്. വീട്ടുകാർ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ കാരണം റോസി പറയും, അമ്മേ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, പക്ഷേ പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ലല്ല, പാസ്പോർട്ട് അവരുടെ കയ്യിലല്ലേ, വീട്ടുകാരുടെ കയ്യിലല്ലേ. അപ്പോൾ റോസി പറയും, എൻ്റെ ജീവനെ ഇവിടെ കിടന്നാൽ പോകും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പാസ്പോർട്ട് തരാൻ പറയും. അപ്പോൾ ഉടനെ കുവൈറ്റുകൾ പറയും, പാസ്പോർട്ടൊക്കെ തരാം, പക്ഷേ 2 ലക്ഷം രൂപ ഏജൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിന്നെ കൊണ്ടുവന്നതിന്. ആ കാശ് നീ എൻ്റെ മേശപ്പുറത്ത് വെച്ചാൽ പാസ്പോർട്ട് തരാമെന്ന് പറയും. അപ്പോൾ റോസി പറയും, 20,000 രൂപ എൻ്റെ കയ്യിലില്ല, കാരണം ഞാൻ പിന്നെ എങ്ങനെ നിൽക്കണതെന്ന് പറയും. ഉടനെ പറയും, ഇവർക്ക് ശല്യമായപ്പോൾ പറയും, ഇവളെ ജയിലിലാക്കാൻ നോക്കി. പറഞ്ഞ് നിൻ്റെ കെട്ടിക്കിടക്കൊക്കെ എടുക്കാൻ പറയും. അവരെന്നെ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഉടമ്പടി ഉപ്പിരിക്കണം. അപ്പോൾ അവർ പറയും, ഇത് എന്താണ് എന്താണ് ഒരു സാധനം ഉണ്ടല്ലോ, ബ്ലാക്ക് ഷുഗറാ, മയക്കുമരുന്നാണെന്ന് പറയും, ഇത് മയക്കുമരുന്നാണെന്ന് പറയും. അപ്പോൾ ഉടനെ ഇവളെയും വിളിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഉപ്പുമായിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകും. അപ്പോൾ ഇവർക്ക് പേടിയാണ്. ഇവളിരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന, അമ്മ മാത്രം, എനിക്ക് ആരെയും പരിചയമില്ല രാജ്യത്ത്, അമ്മ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, ഞാനിപ്പോൾ അകത്താകാൻ പോവുകയാണ്. കാര്യം ഇവർ പിടിച്ചു കൊണ്ടുപോവുകയാണ് എന്നെ. കാര്യം അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ അവർ പൗരന്മാരല്ലേ അവിടുത്തെ പോലീസുകാർ. അപ്പോൾ പരിചയക്കാർ അവർ തന്നെ, ഇവർ പറയണമെന്നും അംഗീകരിക്കാതെ ഇവർക്ക് ഭാഷയാത്രക്കാർക്ക് പറഞ്ഞ് പിടിപ്പിക്കാനും അറിയത്തില്ല. അങ്ങനെ ഇവളെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവളെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഇവിടെ മുമ്പിൽ നോക്കി ചിരിക്കണത്. അപ്പോൾ ഒരു പരിചയമില്ല, അവിടുത്തെ കുവൈറ്റി പോലീസുകാരനാണ്. അമ്മ ഈ സമയത്തിനുള്ളിൽ അയാളെ ചേഞ്ച് ചെയ്ത് കളഞ്ഞേ ആ പോലീസുകാരനാണ്. ഇവള് പറയണത്, ഞാൻ ഏതാണ്ട് വർഷങ്ങളോട് കണ്ട പരിചയമാണ് ആ പോലീസുകാരൻ എന്നോട് കാണിക്കണത്. എന്നോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്നോടാണ് ചോദിച്ചത് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ എന്നെ പ്രതിയാക്കി അകത്ത് കളയാൻ വേണ്ടി കൊണ്ടുവന്ന അറബി പറയും, ഇവൾ കള്ളിയാണ്, ഇവൾ കേരളത്തിൽ നിന്ന് ബ്ലാക്ക് ഷുഗർ കൊണ്ടുവന്നിരിക്കുകയാണ്, മയക്കുമരുന്ന് വ്യാപാരിയാണെന്ന് പറയും. ഉടനെ ഇവൾ പറയും ഇതൊരു അപ്പോൾ ഉടനെ ഇവളോട് പറയും, നോ ഇതൊരു ഇങ്ങനെയുള്ള സംഭവമൊന്നുമല്ല, ഇതൊരു ബ്ലെസ്സഡ് സാൾട്ടാണെന്ന് പറയും.
ഉടനെ ആ പോലീസുകാരൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് നാക്കിൽ വെക്കും. അത് പറയും നോ ഇറ്റ് ഈസ് ജെനുവിൻ, ഇറ്റ് ഈസ് ബ്ലെസ്സിങ്സ്. അത് നമ്മുടെ യൂട്യൂബെല്ലാം കാണിക്കും. ഇത് പറയും നിങ്ങളുടെ ഭാഷ തർജ്ജമ ചെയ്തെടുക്കാൻ പറയും. അപ്പോൾ അയാളത് തർജ്ജമ ചെയ്തെടുക്കുമ്പോൾ പറയും ഇത് ബ്ലെസ്സഡ് സാൾട്ടാണെന്ന് പറയും. അപ്പോൾ ഉടനെ ഈ പോലീസുകാരൻ, അറബി പോലീസുകാരൻ തന്നെ ഇവരോട് പറയും, കുവൈറ്റിയോട് പറയും, നീ ഒന്ന് കഴിച്ച് നോക്കിക്കെന്ന് പറയും. എന്ന് നിനക്ക് സംശയമുണ്ട്, ഞാൻ കഴിച്ചില്ല, അതുപോലെ നീ ഇത്തിരി ഉടമ്പടി ഉപ്പ് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ വാദി പ്രതികാരം കണ്ടില്ലേ, ഈ ഉപ്പ് ആ പോലീസുകാരൻ ആ വീട്ടുകാരനെ കൊണ്ട് തീറ്റിക്കും. വീട്ടുകാരൻ്റെ ഇവളെ മരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന അറബിയുടെ നാക്കിൽ ഉടമ്പടി ഉപ്പ് വീഴ് കഴിയുമ്പോൾ അറബി ഉടനെ ശാന്തനാകും. എന്ത് നല്ല രസമാണ് അമ്മയുടെ കാര്യമൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ. അറബി അത്രയും നേരം ഇങ്ങനെ ഭർത്താവ് മുണ്ടിയെ പോലെ ഇവിടെ അകത്താക്കാൻ വേണ്ടി പോയ അറബി ആ പടം ഒരു സൗമ്യനുമാകും. അപ്പോൾ പോലീസുകാരൻ പറയും ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, നിങ്ങളല്ല പ്രതി, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരാണ് ഇവളെ കൊല്ലാൻ പോണെന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് ഇവളെ കയറ്റി വിടാൻ പറയും. ഉടനെ കയറ്റി വിടാൻ പറയുമ്പോൾ ഇവളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, 25 രൂപ വേണം, 25,000 രൂപ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ ഈ അറബി ഭയങ്കര തുപ്പൽകുടിയനാണ്, പിശുക്കനാണ്, വിടത്തില്ല. അപ്പോൾ അയാളുടെ ലക്ഷണം മാറും. 5 പൈസ കൊടുക്കത്തില്ല ഇവളെ ഇവളെ പറഞ്ഞ് ഒത്തിരി കാശ് ഞങ്ങൾ ഏജൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ എന്ത് കൊടുക്കണമെന്ന് പറയണേ, ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കഴിഞ്ഞിട്ടില്ല, ഇവിടെ കാലാവധി പൂർത്തിയാക്കണമെങ്കിൽ പോയി കഴിഞ്ഞാൽ ആ കാശ് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ ലക്ഷണം മാറും, നിങ്ങളാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കണത് എന്ന് പറഞ്ഞ് കുറച്ച് ഇവിടെ പറയും അമ്മ അവിടെ നിന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥനയില്ലും, അമ്മേ നോക്കണേ അമ്മേ എനിക്ക് കാശ് കിട്ടണേ അല്ലെങ്കിൽ പോകാൻ മാർഗ്ഗമില്ലെന്ന് പറയുമ്പോൾ പോലീസുകാരൻ രൂക്ഷമായിട്ട് ഈ അറബിയോട് സംസാരിക്കും. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇപ്പം തന്നെ അവിടെ കയറ്റി 1 മണിക്കൂറുണ്ട്, ഇപ്പം തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തേ അല്ലെങ്കിൽ വിഷം മാറും, അല്ലെങ്കിൽ കേസ് മാറും, നിയമം മാറും എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അറബി വീഴും. അറബി ഉടനെ ആ കിട്ടിയ സമയത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവളെ ഇങ്ങോട്ട് പാക്ക് ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പോരുവർ. എന്ത് രസകരമാണ് ഈ സാക്ഷ്യത്തിൻ്റെ പോക്ക്. എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഈ ഉടമ്പടിയുടെ ഉപ്പ് കവനൻ്റ് ഓഫ് സാൾട്ട് ഓഫ് ദി കവനൻ്റ് എന്തുകൊണ്ടാണ് ഇത്രയും വിജയിക്കണത്? ഏത് പാരാത്രി ആണെങ്കിലും ഉടമ്പടി തന്നെയാണ് അവൾ ജീവിക്കണത്. അതാണ് വിഷയം. ഉടമ്പടി തന്നെയാണ് ജീവിക്കുന്നത്. നമ്മളുടെ ഉടമ്പടിയുടെ എല്ലാം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾക്ക് അത് തന്നെ ഫലം നമുക്ക് അതിൻ്റെ പവർ റിലീസ് ചെയ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് വിശ്വസ്തത പാലിക്കണം. ഉടമ്പടിയിലെ തൈലത്തിനും അപ്പോൾ ഞാൻ പണ്ട് പറയുമായിരുന്നു, എന്നിട്ട് ഒരു ചാനലുകാരൻ എന്നെ നമുക്ക് നെഗറ്റീവായിട്ട് സാധനം ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഉടമ്പടി ഉപ്പിനെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ. ഉടമ്പടി കാശ്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു, ഉടമ്പടി തൈലത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു 12 മണിക്കൂർ സമയമുണ്ട്. ഈ 12 മണിക്കൂറിനുള്ളിൽ പുസ്തകം 75 പേജാണ് ഞാൻ എഴുതുന്നത്. തൈക്കാട്ടുശ്ശേരി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എഴുതുകയാണ്. കർത്താവ് എനിക്കിങ്ങനെ ആശയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പിന്നീട് അപ്പോൾ എഴുതുന്ന സമയത്ത് ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് പഠിച്ചു നോക്കുമ്പോഴാണ് ഈ ഉടമ്പടി ഉപ്പെന്ന് പറയുന്ന ഉടമ്പടിയുടേതാണെന്നൊക്കെ പിന്നെയാണെന്നൊക്കെ അറിയണത്. ഉപ്പെന്ന് പറഞ്ഞ ഉടമ്പടിയുടേതാണെന്ന് ഈശോ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ റെഫറൻസ് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതേസമയം തന്നെ ഉടമ്പടി തേനെന്നാണ് ആദ്യം എഴുതിയത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ കൃപാസനത്തിൽ പ്രശ്നമുണ്ടായി. തേൻ വിൽക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ തോന്നിവാസം പറഞ്ഞു. അവരെന്നോട് പറഞ്ഞ് തേന് വിൽക്കുന്ന ആൾക്കാർ തോന്നിവാസം പറയുന്നുണ്ട്, തേന് നിറക്കാൻ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പരിശുദ്ധമ്മയുടെ ഇടപെടലാണ്, ഞാനിവിടെ തേൻ എഴുന്നേറ്റ് ഉടമ്പടിയുടെ ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേൻ ഉടമ്പടിയുടെ ഭാഗമല്ല അത്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞത് ഉടമ്പടി തൈലമുണ്ട്, ഒലിവ് ഓയിലാണ് ഉടമ്പടിയുടെ ഭാഗം. നോക്കിയേ, ദൈവം തിരുത്തുന്ന രീതി കണ്ടില്ലേ? ദൈവം ആരും വഴി നമുക്ക് തിരുത്താൻ പറ്റും നമ്മളാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തിരുത്താൻ പാടെന്ന് വെച്ചാൽ അത് ഉടമ്പടി തേനിനെ മാറ്റി തൈലമാക്കിയത് പരിശുദ്ധമ്മ നേരിട്ടാണ് ആക്കിയിരിക്കണത്. അതുകൊണ്ടാണ് ആ അറബിയുടെ ആ കുഞ്ഞ് മരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ നെഞ്ചത്ത് ഉടമ്പടി തൈലം പൂശുമ്പോൾ അത് ജീവനിലോട്ട് വന്നിട്ട് ഇവളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ട് വരണത് അങ്ങനെയാണ്. അതായത് പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിനെല്ലാം പ്രയോഗം എന്നാണ് പറയണത്. പ്രയോഗിക്കുന്നവർ ചെയ്യേണ്ടത് നിങ്ങളെ ഉടമ്പടിയുടെ വിശ്വസ്തത പാലിച്ച് ഉടമ്പടിയുടെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് കേട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് നോക്കി കൃത്യമായിട്ട് ചെയ്ത് ദൈവത്തോട് വിശ്വസ്ത പാലിച്ചാൽ ഏത് ബ്ലാക്ക് മാസ്കാരനല്ല, കൂടുതലക്കാരനല്ല, തോന്നിവാസി ആയാലും ശരി, നിങ്ങൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ഏത് മുറുക്കുമാമ്പിൻ്റെ ഉള്ളിലാണെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും. എന്താ കാര്യം? ക്രിസ്തു സകലതും അവൻ ദൈവം സമസ്തവും ഈ ലോകത്തുള്ള പിശാചിന് ഉൾപ്പെടെ അവൻ്റെ പാദത്തിൻ്റെ പീഠത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ പ്രസവിച്ച മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിൻ്റെ തല തകർക്കും. പിശാചിനോട് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ നിൻ്റെ തല തകർക്കും. അപ്പോൾ ക്രിസ്തുവിനെ എല്ലാ പൈശാചിക തലകളെ തകർക്കുന്ന ക്രിസ്തുവിനെ പ്രസവിച്ച ആൾ
ആ പവറിലാണ് അവളുടെ മധ്യസ്ഥത്തിലും ഈശ്വരൻ്റെ നാമത്തിലുമാണ് ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് നേർച്ച വസ്തുക്കൾ വെഞ്ചരിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധിയോടെ ഉപയോഗിക്കാനും പ്രാർത്ഥനയിൽ ഇത് ആവശ്യമില്ലാതെ ആർക്കും അയച്ചു കൊടുക്കുകയോ കൈമാറുകയോ ഒന്നും ചെയ്യരുത്. ഉടമ്പടി ആര് ചെയ്യുന്നു, ഉടമ്പടി ആരാണ് നിർവഹിക്കുന്നത്, അയാൾക്ക് പോയി ചെയ്യാം, അല്ലാതെ നിങ്ങൾ കൊടുക്കരുത്. മക്കൾക്കൊക്കെ ചില വിഡ്ഢി അമ്മമാരുണ്ട്. ഞാൻ പറയാം അതൊക്കെ കൂതറ പാർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് അവർ ഉടമ്പടി ചെയ്ത് കാശ് മക്കൾക്ക് കൊടുക്കും. അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളും ദൈവം ഉടമ്പടി ചെയ്ത നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. ആ മക്കളാണെങ്കിൽ അത് കൊണ്ടുകൊണ്ട് ഉടമ്പടിയിലല്ലേ ജീവിക്കണത്. അവർ തോന്നിയവാസത്തിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തത് തിരിച്ചു കടിക്കും. നിങ്ങളെ വിശുദ്ധിയില്ലാത്ത മക്കൾക്കും തോന്നിയവാസിയായിട്ടുള്ള മക്കൾക്കുമാണ് നിങ്ങൾ ഉടമ്പടി കാശുരൂപം കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ കാനഡയിലൊക്കെ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ നിലയം പിടിച്ചുകൊണ്ട് കാശുരൂപം കൊടുക്കണില്ലേ, അവിടെ പോയിട്ട് എന്തെങ്ങനെ ജീവിക്കണമെങ്കിൽ അറിയാവോ? അറിയത്തില്ല. അവർ ദൈവത്തെ മറന്ന് പ്രാർത്ഥനയുമില്ല, കുർബാനയുമില്ല, കുമ്പസാരമില്ല ജീവിക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങളെ വിശുദ്ധ വസ്തു കൈമാറിയെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വസ്തുക്കൾ പന്നികളുടെ മുമ്പിൽ വിതറരുതെന്ന്. കാര്യം അത് നിങ്ങളെ വിശുദ്ധ വസ്തുക്കളാണത്. അത് വിശുദ്ധന്മാരോടുള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ടതാണ്. ഉടമ്പടിയുടെ വിശുദ്ധി കീപ്പ് ചെയ്തുകൊണ്ട്. വിശുദ്ധി കീപ്പ് ചെയ്യണത് നിസ്സാരമായ കാര്യമാണ്, അല്ല വേറെ ആനക്കാര്യമല്ല. നിങ്ങളുടെ പിശാസാണ് പറഞ്ഞത് വിശുദ്ധിയോടെ ജീവിക്കാൻ പാടാണെന്ന്. ദൈവം പറഞ്ഞിട്ടില്ല. ഈസിയാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി. അത് ഒരു ജന്മം മുഴുവൻ സെലിബ്രേറ്റായിട്ട് ഞങ്ങൾ ജീവിക്കാൻ ഇവിടെ കർത്താവിന് വേണ്ടി. നാളെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. പക്ഷേ അതേസമയത്ത് തന്നെ ഉള്ളിടത്തോളം കാലം വിശുദ്ധയോടെ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു വെല്ലുവിളിയാണ് ഈ പൗരോഹിത്യമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ സമർപ്പിതരും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വൈദികരാക്കാനും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സന്യസ്തരാക്കാനും നിങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളും. അതുപോലെ ഒരു കാര്യം ഓർക്കുക, ഏത് സ്പേസിൽ പോയാലും ഒരു കാലത്ത് ഭൂമിയിലോട്ട് ഇറങ്ങി വരേണ്ടി വരും. ഓർത്തേക്കണം. നിങ്ങൾ എത്ര വലുതായാലും നിലത്ത് ഉയർന്നാലും അവസാനം എല്ലാ പക്ഷികളും നിലത്തിറങ്ങും. നിലത്തിറങ്ങാത്ത എത്ര ഉയർത്തി പഠിക്കുന്ന കഴുകനാണെങ്കിൽ പോലും ഒരു സമയത്ത് നിലത്തിറങ്ങേണ്ടി വരും. അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ നേടിയാലും ഒരു നിമിഷം നമ്മൾ നിലത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ നിലത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്തില്ലേ, 6 മണിലേക്ക് മറഞ്ഞു പോകുന്ന സമയത്തില്ലേ, അന്ന് നീ നേടിയത് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഔന്നത്യം പ്രാപിക്കാൻ വേണ്ടി നേടിയ മനുഷ്യർക്കൊക്കെ അവസാനം അവരുടെ വിൽപ്പത്തത്തിലും അവരുടെ അധികാരപത്രത്തിലും കണ്ണുനീര് മാത്രമായിരിക്കും അവകാശമെന്ന് ഇപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. കൈയടിക്കട്ടെ സുഹൃത്തുക്കളെ. ഞങ്ങളുടെ ജീവിത യാത്രകളെ ക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദൈവത്തെ നീ ആശ്രയിച്ച രക്ഷണേടും ഈ ലോകത്തിൽ നിന്റെ ജീവിതം ദൈവം ദിവ്യ സ്നേഹം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം നമ്മളെ എന്തുമാത്രം മലീമസമാക്കാം, എന്തുമാത്രം കെയർലെസ്സാക്കാം, അങ്ങനെ ഒത്തിരിയേറെ നടപടിക്രമങ്ങളുമാണ് ലോകം കുതിക്കുന്നത്. പുതിയ പ്രലോഭനങ്ങളും പുതിയ തരത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള വെല്ലുവിളികളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കണം. എന്താ കാര്യം? ഇത്രയും വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിലംഘിക്കുന്ന അഭിഷേകമാണ് നമുക്ക് തരാൻ പോണത്. ലോകത്തിൽ എന്തുമാത്രം വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ നീ കേൾക്കണം. എന്താ കാര്യം? ഈ ലോകത്ത് വിശ്വാസം ജീവിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും എന്തുമാത്രം വെല്ലുവിളികൾ ഉയർന്നു വരുന്നുവോ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അതിനേക്കാൾ അധികമായിട്ടാണ് അഭിഷേകം കണ്ട് ദൈവം തരണത്. ഞാൻ ഈ ദിവസങ്ങളിൽ ദമ്പതികളെ കണ്ടു. അവരെന്നെ കാണാൻ വന്നതാണ്. അവരെ കാണാൻ വന്നത് അവർക്ക് ഞാൻ പ്രൈവറ്റ് ഓഡിയൻസ് കൊടുത്തു. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹുസലിൽ ധ്യാനിപ്പിക്കുമ്പോൾ 75 കിലോമീറ്റർ അകലെ നിന്ന് ഇവരെനിക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണം കൊണ്ടു തരും. 75 കിലോമീറ്റർ അകലെ. അപ്പോൾ അതായത് മലയാള ഭക്ഷണം കൊണ്ടു തരും. രാവിലെ അവർ വെളുപ്പിന് വൈകുന്നേരം രാവിലെ 7 മണിക്ക് അവരെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തരും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ്.
അപ്പം എനിക്ക് അറിയാൻ പറ്റും ഞാനിവിടുത്തെ ഇവരെവിടെ നിന്ന് അടുത്തുനിന്ന് വരുന്നവരാണെന്ന് വിചാരിച്ച്. അപ്പോൾ ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോണ വഴിക്ക് എയർപോർട്ട് ഡ്രോമിലേക്ക് പോണ വഴിക്കാണ് ഇവരുടെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയണത് ഓടിയിട്ട് വീട് തണില്ല. ഞാൻ പറഞ്ഞു എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് 75 കിലോമീറ്റർ. അപ്പോൾ എന്ത് പരിപാടിയാണ് അവർ കാണിക്കുന്നത്? 75 കിലോമീറ്റർ അകലെയെന്ന് ഈ 4 ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും കൂടി ഭക്ഷണം കൊണ്ടുവന്ന് തരികയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ അവിടെ ഉള്ള കാരണം അവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും കിട്ടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവരിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചേ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നില്ലേ? അപ്പോൾ കൃപാസനം മാതാവിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അവിടെയുള്ള വീടുകളെല്ലാം ഭേദപ്പെട്ട വീടുകളാണ്, പക്ഷേ നമ്മുടെ അത്രയും പൈസ ഒന്നും അവർക്ക് മുടക്കിയിട്ടില്ല. ആ വീട് ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീടുകളാണ് അമേരിക്കൻ വീടുകളെല്ലാം. പക്ഷേ ഇവരുടെ വീട്ടിൽ നോക്കുമ്പോൾ ഒരു 10-12 മുറികളുണ്ട് അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ 2 നില എടുക്കാഞ്ഞെന്ന് ചോദിച്ചു. ഉടനെ ജീജൻ എന്നാണ് പേര്, ഋദ്യു എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ജീജൻ എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങളെ മുകളിലത്തെ നില വേണ്ടെന്ന് വെച്ചു. കാര്യം മുകളിലത്തെ നില ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം മുകളിൽ പോയി ഇരിക്കുകയുള്ളൂ. പിന്നെ അവരവിടെ 9 മണി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യണം നമുക്കറിയത്തില്ല. അവരെന്ത് കമ്പ്യൂട്ടറാണ് കാണുന്നത്, അവരെന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, നമുക്ക് നമ്മുടെ ഒരു നേരെ ഉള്ളെങ്കിൽ അവർ നമ്മുടെ കൺമുട്ടത്തുണ്ടാകും, വിളിച്ചാൽ വരും. തന്നെയല്ല 9 മണിയാകുമ്പോൾ തന്നെ അവർ കൊണ്ടുവന്ന് മൊബൈൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളൊക്കെ വലിയ വലിയ എൻജിനീയറിങ് ആൾക്കാരൊക്കെ ആയി അവിടുത്തെ മെയിൻ ആൾക്കാരാണ് പിള്ളേർ. അപ്പോൾ ഞാൻ അവിടുത്തെ ഈ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസം വളർത്തുന്നതിന് വലിയ പാടൊന്നുമില്ല. മാതാപിതാക്കന്മാരൊന്നും ഓക്കെ ആയാൽ മതി. മാതാപിതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ചിട്ടയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് വളരും. ഞാൻ ഓർത്തിരുന്നത് കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് അടക്കായാണെങ്കിൽ മടി വെക്കാം, കവുങ്ങായ എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അമ്മമാർ ചുമ്മാ സ്കൂട്ടായി ജാമ്യം എടുക്കണത്. നിങ്ങൾ ജാമ്യമൊന്നും എടുക്കണ്ട. നിങ്ങളുടെ മക്കൾക്ക് മോശത്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളും ഒരു പരിധിവരെ ഞങ്ങളും ഉത്തരവാദികളാണ്. വൃത്തിമേനയുള്ള മാതൃകയുള്ള വൈദികരുടെ എണ്ണം സഭയെ കൂടിയ കന്യാസികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബങ്ങളുടെ വിശുദ്ധി കൂടും. അതിന് സംശയം എന്തായിരിക്കണേ? അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ വിശുദ്ധിയുടെ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോണതാണ്. ഇവിടെ ഉള്ള കണ്ണുമേക്കുന്ന നേരത്താണ് നമ്മളിവിടെ നിൽക്കണത്. അപ്പോൾ ഉള്ള കാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉടമ്പടി ജീവിതം കൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതും ദൈവം നമുക്ക് തരണതും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വേറെ ഒരു മകളെ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞൊന്നും അനുസരിക്കണില്ല അച്ഛാ, കുഞ്ഞ് എപ്പോഴും പറച്ചാമുണ്ടിയെ പോലെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞ് ഉടനെ അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഉടമ്പടി എടുത്ത് വെള്ളച്ചീട്ടുമായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ച് പോകുമ്പോൾ കുഞ്ഞിന് തലയെ വെച്ച്. കുഞ്ഞാണെങ്കിൽ ഒരു അനക്കമില്ല, അതായത് ഇങ്ങനെ മരവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അനങ്ങണില്ല കുഞ്ഞ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയുമോ? കൊച്ചു തല ഉയർത്തിപ്പോലും നോക്കണില്ല. അതിന് 2.5 വയസ്സേ ഉള്ളു. ഞാൻ വന്നതുപോലും അവിടെ അറിയണില്ല കൊച്ച്. ഈ കൊച്ച് അനുസരിക്കണില്ല, കൊച്ച് സാധാരണ മനുഷ്യരെ പെരുമാറണില്ല എന്നാണ് ഇവർ പറയണത്. പക്ഷേ തലേ കൈവച്ചിട്ട് കൊച്ചൊന്ന് അനങ്ങണ്ടേ? ഞാൻ നോക്കുമ്പോൾ കൊച്ച് മൊബൈലിൽ മിക്കി മൗസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തള്ളോട് ചോദിച്ച് ഇതിൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈലൊന്ന് വാങ്ങിക്കണ്ടേ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? അത് പറഞ്ഞ് ആ മൊബൈൽ വാങ്ങിച്ചാൽ കൊച്ചിവിടെ നരകമാക്കിക്കളയൊന്ന്. എൻ്റെ പൊന്നെ, ആ മൊബൈൽ അവർ മേടിച്ചതും ആ എനിക്ക് വേണമെങ്കിൽ കൊച്ചി കളത്താറ പിടിച്ച് കളയുമെന്ന് ഓർത്ത് കിടന്ന് കാറാൻ തുടങ്ങി. അവസാനം ഞാൻ മൊബൈൽ കൊടുത്ത് പ്രാർത്ഥിച്ച് വിട്ട്. എന്താ സംഭവിച്ചിരിക്കണത്? ഞാൻ പോന്നപ്പോൾ മാതാവിനോട് ചോദിച്ച്, അമ്മ ഈ 2.5 വയസ്സുകാരന് എന്താണ് മൊബൈലുകൾ? അപ്പോഴെന്താണ് അമ്മയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊച്ചു ചിണുങ്ങുമ്പോൾ എടുത്ത് കൈ കൊടുക്കും മൊബൈൽ. അല്ലാതെ കൊച്ചു മൊബൈൽ 2.5 വയസ്സേ ഉള്ളതെന്ന് ഓർക്കണം, അല്ല 7 വയസ്സൊന്നുമില്ല. 2.5 വയസ്സുള്ള കൊച്ചിന് മൊബൈൽ കൊടുത്തിട്ട് മിക്കി മൗസ് കാണുന്നുണ്ടെങ്കിൽ ആ കൊച്ച് ഒരു കണ്ണ് കാണാൻ പറ്റിയ സമയത്ത് തന്നെയാണ് ആ കൊച്ചിന് അത് കൊടുത്തിട്ടുള്ളത്. ഇവൾക്ക് എന്താ ജോലിയോ ഇവൾക്ക് കമ്പ്യൂട്ടർ വർക്കൊക്കെ തുടങ്ങുകയാണ്. പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പിള്ളേരുടെ കയ്യിൽ മൊബൈൽ എടുത്ത് കൊടുക്കും. പണ്ടാണെങ്കിൽ അമ്മമാരിങ്ങനെ തേനൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോഴൊന്നും ചപ്പണത്, അത് കൊടുത്തെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി തേനല്ലേ പോകത്തുള്ളൂ നമുക്ക്. അതിന് പകരം മൊബൈൽ കൊടുത്തപ്പോൾ എന്നാ പറ്റി? ഇനി ഈ ജന്മത്തെ ആ പണ്ടാരത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യത്തിൽ? നിങ്ങൾ എന്തും കൊടുത്താൽ നമുക്ക് തിരിച്ചെടുക്കാം, പക്ഷേ മൊബൈൽ കൊടുത്താൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാര്യം കിളവന്മാർ വരെ മൊബൈലിന് അടിപ്പെട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് പോലെ ഇരിക്കണം. ഇപ്പോഴും കണ്ടില്ലേ നിങ്ങൾ? ഓരോരുത്തരെ കണ്ടില്ലേ? എവിടെ നോക്കിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ഇങ്ങനെ ഇരിക്കണം കാണാം. വേറെ ആരും കാണത്തില്ല. ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ കാലത്തിൻ്റെ മേൽ ദൈവം ഉയർത്തിയ ചോദ്യചിഹ്നമാണ് മൊബൈൽ എന്ന് പറയണത്. അത് ഉപയോഗിക്കുന്ന രീതികളിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്.
അത് നമ്മൾ ഈ 2.5 വയസ്സിന് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജന്മത്തെ തന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ആ കുഞ്ഞിന് ഏതാണ്ട് ഒരു ദിവസം 20 മണിക്കൂറാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പറിച്ച് മാറ്റാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നത്. ഇനി ഈ ഒരു 5 കൊല്ലത്തേക്ക് ഈ സാധനത്തിന് ഇത് കാണിക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ശരിയാകും. പക്ഷേ അവർ കാണിക്കുമെന്ന് തോന്നില്ല. അവർ കൊച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കൊടുക്കും ഇത്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ മൊബൈലിൽ കുഞ്ഞിനെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസവിക്കാൻ പോകണമെങ്കിൽ ഇപ്പം തന്നെ തീരുമാനമായെന്ന് പറഞ്ഞതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. പുതിയ ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കണം ഇത്. സംഗതി നമ്മൾ ചെല്ലണത് എന്ത് കൊടുത്താലും തിരിച്ച് വാങ്ങിക്കാൻ നമുക്ക്. ഈ സാധനം കൊടുത്താൽ തിരിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ മക്കളെ വൃത്തിമേനായിട്ട് വളർത്താൻ പറ്റും. വിചാരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും മക്കളുടെ രീതിയിൽ വളർന്നു പോകും. വിശുദ്ധിയുടെ കാര്യം ഇത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പറയാനാണ് കറങ്ങിത്തിരിഞ്ഞ് വന്നത്. വിശുദ്ധി ഇത്രയേ ഉള്ളൂ. വിശുദ്ധി പാടുള്ള വിഷയമാണെന്ന് നമ്മളോട് പറഞ്ഞത് പിശാചാണ്, അല്ല ദൈവമല്ല. നീ എൻ്റെ മുമ്പാകെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നീ വിശുദ്ധനാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിട്ട് അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും. ആദ്യം തന്നെ ഉടമ്പടിയുടെ വെളിപാട് അതാണ്. അനുസരിക്കാൻ തയ്യാറായാൽ ഐ ആം റെഡി ആമേൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? അനുഗ്രഹം പ്രാപിക്കും. വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധിയുടെ അഭിഷേകം നിനക്ക് തരും. കയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, കർത്താവ് കാണിച്ചു തന്ന വചനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് അവസാനിപ്പിക്കുന്നത്. ആ വചനത്തിന് താഴെ അതായത് അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം വേരില്ലാത്തത് കൊണ്ട്. വേരെന്താണ്? പരസ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ് വേരെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ ശേഷം താഴെ വരുന്ന വചനം വായിച്ച് മുള്ളുകളുടെ ഇടയിൽ വീണിനെക്കുറിച്ച് പറയുന്നുണ്ട്. 15 വായിച്ച് 8-15. നല്ല നിലത്ത് വീണതോ? പറഞ്ഞു. നല്ല നിലത്ത് വീണതോ, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇതാരാണ് ശരിക്കും പറഞ്ഞ? ഇതാണ് മറിയം എന്ന് പറയുന്ന ആള്. പിടിയിടിയാ. അതായത് മറിയത്തിൻ്റെ വാട്ടർ മാർക്കുകൾ ഇങ്ങനെ ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ പോയിരിക്കുകയാണ്. മറിയമെന്ന് നേരിട്ട് പറയത്തില്ല. മറിയത്തിൻ്റെ സ്വഭാവങ്ങൾ പറയും, രീതികൾ പറയും, സംസ്കാരം പറയും. മറിയം സംസ്കാരത്തിലുള്ളൊരു വചനമാണിത്. എന്താണിത്? മറിയം എന്താ ചെയ്യണത്? നല്ല വിത്ത് വീണതോ വചനം കേട്ട്. പറഞ്ഞേ. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പ്രകടിപ്പിക്കുന്നതാണ്. ചില ഫലത്തിന് സഹിക്കുന്ന സ്നേഹം വേണം. അതാണ് ക്ഷമയെന്ന് പറയണത്. ചില ഫലത്തിന് ഇത്തിരി താമസിക്കും. ചില ഫലങ്ങൾ അതിനെന്ത് വേണം? ദൈവത്തോട് സ്നേഹം വേണം. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു സഹനവും വേണം. അല്ലാതെ ഉടമ്പടി എടുത്തല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, അവൾക്ക് കിട്ടിയല്ല, ഉടമ്പടി എടുക്കാത്ത അവൾക്ക് കിട്ടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടി ഡൗൺ ആക്കരുത്. ക്ഷമ പോയെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ക്ഷമയെന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ആ ക്ഷമ ചില കാര്യങ്ങൾ നിറവേറാൻ ദൈവത്തിൻ്റെതാണ് സമയം. ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ ദൈവത്തിൻ്റെ സമയമാണ് നിനക്ക് കുറിച്ച് തരണത്. അപ്പോഴേ ദൈവത്തിൻ്റെ സമയം കുറിച്ചാൽ എല്ലാം ശരിയായിരിക്കും. ഇപ്പോൾ ഉടമ്പടി എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ഉടമ്പടി തരാമായിരുന്നു. തന്നില്ലല്ലോ. പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് തന്നത്? അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പോൾ 11 കൊല്ലം കഴിഞ്ഞാണ് ഉടമ്പടി തന്നത്. ആ ഉടമ്പടി തന്നെങ്കിലും അത് കോവിഡ് വരെ ഒരുമാതിരിപ്പെട്ട ഒരു ഫസ്റ്റ് ലെയർ ആൾക്കാർ ഉടമ്പടി എടുത്തു കഴിഞ്ഞോ? കോവിഡ് കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഉടമ്പടി വളർന്നു വരാൻ കാര്യം
ആ ഉടമ്പടി 18 വരെ എടുത്തു പോയവർക്ക് ഫലമുണ്ടായി. അവരെല്ലാം സാക്ഷ്യങ്ങളും കൊണ്ടാണ് ഉടമ്പടി നമ്മളുടെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ കൃപാസനത്തിലേക്ക് വന്ന ജനം എന്തുകൊണ്ടാണ് വന്നത്? 16-ലും 17-ലും 18-ലും അവർക്ക് കിട്ടിയ വലിയ സാക്ഷ്യങ്ങൾ കൊണ്ട്. ദേ ആർ കമ്മിങ് കാരിങ് ദ ഷീപ്സ് എന്ന് പറയത്തില്ലേ? അവർ കരഞ്ഞുകൊണ്ട് വിത്തുമായിട്ട് വന്നവരെ, വിതച്ചിട്ട് പോയവരെ അവർ തിരികെ കൊയ്ത കറ്റയുമായി സന്തോഷത്തോടെ ആർപ്പോടെ തിരിച്ചു വന്നു. അവിടെ ആർപ്പ് വിളികളാണ് സാക്ഷ്യമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർപ്പ് വിളികളാണ് സാക്ഷ്യങ്ങൾ. അത് കേൾക്കുമ്പോൾ ആമേൻ പറയുകയും ഹല്ലേലൂയ പറയുകയും എന്നെയും ആർപ്പ് വിളിക്കാൻ അവകാശി ഓഹരിമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാവരും സന്തോഷത്തോടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. അപ്പോൾ ചില കാര്യങ്ങൾക്കുള്ള സമയം ദൈവം നിശ്ചയിക്കും. ആ നിശ്ചയിക്കുമ്പോൾ അത് 1.5 സമയമായിരിക്കും. എല്ലാ കാര്യവും ഒത്തുവരണ സമയം ദൈവത്തിനറിയാം. അപ്പോൾ നിൻ്റെ ചില വിഷയങ്ങൾക്ക് ദൈവമാണ് അപ്പോൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത ക്ഷമയോട് കാണിക്കരുത്. എഴുന്നേൽക്കുക. അത് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അഭിഷേകത്തോട് സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. അടിപ്പെട്ട പോലെ വൈദാഖ്യ ദൈവികമായ സത്യം ഉച്ചമുതൽ ഉള്ളംകാലം വരെ അയച്ചിറങ്ങിക്കൊണ്ട് എല്ലാ കോശങ്ങളെയും പെസ്റ്റുകളെയും അസ്ഥികളെയും അസ്ഥിസന്ധികളെയും കർത്താവിന്റെ കൃപയെ നിറക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അത് 38 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തില് ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിനൊത്തം വളരട്ടെ. കർത്താവ് അസ്ഥികളുടെ സന്ധിബന്ധങ്ങളിലും മാംസപെൽറ്റുകളിലും കർത്താവിനൊത്തം വളരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എപ്പിലെപ്സി രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, വിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, കരരോഗം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് മുതുക പൊന്തിയ അവസ്ഥകൾ, കിഡ്നി രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, ചിരങ്ക് രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, വെളിച്ചമില്ലാത്തവരെ, വിവാഹമൊത്തു വരാത്തവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ സ്വർഗം തുറക്കണമേ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ കൃപ മക്കളുടെ കൊടുക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, ജീവിതദുരിതങ്ങള്, വസ്തുവില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജോലിയില്ലാത്തവര്, രേഖകള്, സർട്ടിഫിക്കറ്റുകള്, കുടുങ്ങിപ്പോയവര്, വിദ്യാഭ്യാസ മേഖലകളില്, ജോലി മേഖലകളില്, യാത്രാ മേഖലകളില്, എല്ലാ തരത്തിലുള്ള ജീവിത വിളികളുടെ മേഖലകളിലുള്ള നിലവിലുള്ള തടസ്സങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം സദയം തുടരേ സുഖമായി മുട്ടതിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക സ്വന്തം ആവശ്യത്തിന് വേണ്ടി. ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടതിൽ നിന്ന് കൈകൾ കുപ്പി കണ്ണടച്ചുകൊണ്ട്
നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ക്രിസ്മസ് നിങ്ങളെ പ്രത്യേകം ആശംസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഉടമ്പടിയിലുള്ളവർ എപ്പോഴും ക്രിസ്മസിലാണ്. ഞങ്ങൾക്കാണെങ്കിൽ ക്രിസ്മസ് വരുന്നു എന്നുള്ള മറ്റുള്ളവരെ പ്രതിയാണ് നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയണത്. നമ്മൾ 24 മണിക്കൂർ ഇതിൻ്റെ തന്നെയല്ലേ, ഇതിൻ്റെ തന്നെയാണ് കർത്താവിൻ്റെ ജോലിയും. 24 മണിക്കൂറും ക്രിസ്മസാണ്. ദൈവം ആരിലെല്ലാം ഹൃദയത്തെ ജനിക്കുന്നുവോ ഇവിടെ എല്ലാ ദിവസവും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവരുടെ ക്രിസ്തുവിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ക്രിസ്മസ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ക്രിസ്മസ് കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, പാവപ്പെട്ടവരെ കരുതണം. ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരും കൈ നീട്ടത്തില്ല. എല്ലാവർക്കും അഭിമാനമുള്ളതുകൊണ്ട് കൈ നീട്ടത്തില്ല. നമ്മൾ ചോദിക്കണം. പക്ഷെ അവർക്ക് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാൻ തോന്നത്തില്ല. പക്ഷെ നമ്മൾ ചിലരെ കണ്ടിട്ട് അവരെ കാര്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണം. അപ്പോൾ അവർക്ക് ക്രിസ്മസ് ഉണ്ടാകും, നമുക്ക് ക്രിസ്മസ് ഉണ്ടാകും. അപ്പോൾ മറ്റുള്ളവരെ കൂടി അതിൻ്റെ അകത്ത് ജാതിയും മതവും ഒന്നും നോക്കരുത്. കാര്യം നമ്മളിവിടെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവരുടെയും കൂടിയാണ് സൃഷ്ടിച്ചത്. ദൈവം ആദ്യം മരങ്ങളെയും, അതുകൊണ്ട് ഞാൻ മരത്തിൻ്റെ കമ്പ് വെട്ടാൻ പോലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മളെ സൃഷ്ടിച്ച് വിട്ടപ്പോൾ എല്ലാവരെയും അവരെയൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടാണ് നമ്മളെ അവസാനം സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ അവരെ എല്ലാവരും നോക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരൊക്കെ സൃഷ്ടിച്ചത്. അല്ല പിന്നെ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് അതിൽ നിന്ന് എടുക്കാം, അല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മരങ്ങളുടെ കായ്കൾ എടുക്കാം, മത്സ്യങ്ങളെ കഴിക്കാം, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം. അപ്പം അതുകൊണ്ട് എല്ലാവരെയും സൃഷ്ടിച്ചതിന് ശേഷം ആണ് നമ്മളെ സൃഷ്ടിച്ചത്. അതിൻ്റെ ഒരു കാര്യം, നമ്മൾ അതുങ്ങളെ നോക്കുമെന്നാണ്. വെള്ളം പോലും സൃഷ്ടിക്കുമ്പോൾ വെള്ളം ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. അത് നമ്മുടെ ഒരു ജനിതകമായ ഒരു ഉത്തരവാദിത്തമാണ്. പൊതു ഇടങ്ങളെ സംരക്ഷിക്കുക, വിശുദ്ധിയോടെ പരിസരങ്ങൾ സംരക്ഷിക്കുക എല്ലാം. അപ്പം അതെല്ലാം എവിടെയെല്ലാം നിങ്ങളത് ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച് ക്രിസ്തുവിനെ സമരഭമാക്കുന്നുവോ അവർക്കെല്ലാം ക്രിസ്മസാണ്. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കൈയടിച്ച് കൊടുക്കുന്നത്. ഒരിക്കൽ കൂടി മരിയനോട് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. 2 പത്രോസ് 1:17 അനുസരിച്ചുകൊണ്ട് ഈശോ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായി ഉടമ്പടി നിബന്ധനകളും ഒപ്പം തന്നെ ഞങ്ങളുടെ ജീവിത ഉത്തരവാദിത്വങ്ങളും വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് സ്നേഹത്തിൽ വേരുവാകി ഉറയ്ക്കുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.